ഹായ് ഗൈസ്, നമ്മളിന്ന് കറങ്ങാൻ വേണ്ടി പോവാ. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് എന്നെ കാണിക്കണം. നമുക്ക് പോവാം. നമ്മളപ്പോ ഇന്ന് കറങ്ങാൻ പോവാണ്. മൊത്തത്തില് നോക്കിയേ, ബ്ലോക്ക് കണ്ട? നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ് ഗൈസ്. ആ തൃശ്ശൂർ എന്ന് പറയുന്നത് ഇപ്പൊ മൊത്തം ബ്ലോക്കിന്റെ മെയിൻ സ്ഥലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. എന്റെ മോനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ റോഡ് വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ പ്രതിഷേധം എനിക്ക് അറിയിക്കണം. ഇവിടെ ആരുടെയൊക്കെ പറയട്ടെ. അയ്യോ, വണ്ടി തന്നെ വാങ്ങിയിട്ട് കൊച്ചിയിലേക്ക് പോകാൻ പറ്റാണ്ടിരിക്കണ ഒരു അർദ്ധഭാഗന്റെ അവസ്ഥ. ഈ റോഡ് ടാക്സ് അർദ്ധഭാഗൻ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ പോണ തൃശ്ശൂർക്കാണ്. ഓക്കെ, ഇന്നത്തെ പ്ലാനിങ് എന്താണ് ചേട്ടാ? അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. നമ്മൾ തൃശ്ശൂർ പോയിട്ടല്ല പ്ലാൻ ചെയ്യൂലോ, പിന്നെന്താ പ്രശ്നം? എന്തായാലും പോവാം ഗൈസ്. അവിടെ ചെന്നിട്ട് കാണാം എവിടേക്കാ കൊണ്ടുപോകണേന്ന്. ഒന്നും അറിയില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നേക്കാം അങ്ങോട്ട്. ഓക്കെ, നമുക്ക് പോവാം. ഇതൊന്നും നമ്മൾ പോണ വഴിയൊന്നും അല്ല. ഞാൻ ഇങ്ങനത്തെ വഴിയൊന്നും കണ്ടിട്ടും കൂടി. ഇതെന്തിനാ ഞാൻ പിന്നെ പുതിയ റൂട്ട് ഉണ്ടാക്കിട്ട് പോണ? പക്ഷെ ഇത് ഏത് വഴിയാണ്? അതൊക്കെ ഓർമ്മ ഉണ്ടാവും. ഹൈവേ കയറുന്ന വഴി. ഇത് ഹൈവേ കയറുന്ന വഴിയിലോട്ടാണ് ഈ പോണത്. അല്ല, പിന്നെ നോക്കിക്ക നോക്ക്. മറ്റേ മാള ആ റൂട്ടാണ് പോണത്. അതാണ്. പക്ഷെ ആ റൂട്ടല്ല, ഇങ്ങനെയാണ്. അല്ല, ഇങ്ങനെയല്ലായിരുന്നു. പെട്ടെന്ന് മാറിയിട്ടാണ് ഒന്ന് പോണേ. തന്നെയാണ് വഴി. ഇതെന്താണ്? എന്താണ് ഇവിടെ? ഹായ്, ചായ പരിപ്പുടം കഴിക്കുന്നു. ഡാൻസ് കളിക്കാൻ പ്രാന്ത. വെയിൽ കൊണ്ട് ഡാൻസ് കളിക്കുന്ന പാട്ടത്തിന് പിന്നെ പാട്ട് കണക്ട് ചെയ്തിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ്. ബ്ലോക്ക്. തൃശ്ശൂര് കാല് കുത്തിയപ്പോ ബ്ലോക്ക് തുടങ്ങി ഗൈസ്. തൃശ്ശൂർ ടു കൊച്ചി ഫുൾ ബ്ലോക്കാണ്. ബ്ലോക്ക് മാത്രമല്ല ഗൈസ്, ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് എടുത്ത് മൊത്തം പറയാൻ നോക്കിയേ. റോഡ് നോക്കിയേ, എന്തൊരു സാധനം നോക്കിയ. ശശോ, ഇതിനെ ഭേദം ഇവർക്ക് പണിയാണ്ടിരുന്നൂടാ. കാശ് ലാഭിച്ചോടെ ഇവർക്ക്. നേരം വല്ല തിന്നാൻ കൊടുക്കായിരുന്നു ഭേദം. റോഡിനെ പറ്റി സംസാരിച്ചാ കണ്ടിട്ടും വയലന്റ് ആവും ഗൈസ്. അതെ, ഇപ്പൊ ഡീസന്റ് ആയിട്ടിരിക്കുന്നു. നമ്മള് ടോളെത്തി. കുറെ നാളായിട്ട് തലവേദനയായിരുന്നൊരു സാധനമാണ്. കണ്ട എല്ലാവർക്കും കണ്ടത് ഇപ്പൊ ഫ്രീ ആയിട്ട് തുറന്നിടുന്നുണ്ട്. കുറച്ചാളത്തേക്ക് ഉണ്ടാവുള്ളായിരിക്കും. അവസ്ഥ തന്നെ നോക്കണം. അതേ അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. കുറച്ചാളത്തേക്ക് ഇങ്ങനെ ടോളില്ലാതെ നമുക്ക് ഇങ്ങനെ കടന്നു പോവാം. നാളുള്ളവരൊക്കെ പ്രാക്ക് കൂട്ടി വെച്ച സാധനങ്ങള്. ഈ സമയത്ത് എന്താണ് കണ്ണേട്ടന് പറയാനുള്ളത്? സന്തോഷം. എന്നും ഇങ്ങനെ പോട്ടെ. എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവിടെ. Copyright. നമ്മൾ ഇന്ത്യൻ
കോഫി ഹൗസിൽ കയറിയേക്കാം. എന്ത് കഴിക്കാനാ? കോഫി കോഫിയും കട്ട്ലറ്റും. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. അതാണ് കഴിച്ചരിത്രം. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? എങ്ങനെയുണ്ട്? നമ്മൾ കഴിച്ചു കഴിഞ്ഞു. സതു കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? നമ്മളപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാ പോണേ? തൃശ്ശൂർക്ക് പോടാ. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. നമുക്ക് മാപ്പിനെ വിളിക്കാം. ഞാനാണ് മാപ്പ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എങ്ങോട്ടാ പോണെന്നുള്ള ഇതൊന്നും ഇല്ലല്ലേ? തൃശ്ശൂരാണ്, തൃശ്ശൂർക്ക് പോണ്. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങോട്ടാ പോണേന്ന് നോക്കാം. നമ്മളിപ്പോ ഹൈലൈറ്റ് മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ പോയി അച്ഛനെയും അമ്മയും കാണാൻ പോവാണ്. അച്ഛനെയും അമ്മയും കണ്ടിട്ട് നമുക്ക് പിന്നെ പ്ലാനൊന്നുമില്ല, നമുക്ക് അപ്പൊ എന്താ തോന്നണം പോലെ ചെയ്യാം. അപ്പൊ നമ്മൾ ഹൈലൈറ്റിലേക്ക് പോകുന്നു. അതെ അതെ, കണ്ണേട്ടന്റെ സ്വന്തം തൃശ്ശൂർ. എന്തെങ്കിലും തൃശ്ശൂർ ഭാഷ എന്തുട്ട ശവി ഇത് നമ്മുടെ ഹൈലൈറ്റ്. ഇങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ട് പോയി അമ്മയും അച്ഛനെയും കണ്ടിട്ട് എന്തേലൊക്കെ ചെയ്യാം. ഇവിടെ പലാക്സ് സിനിമ വന്നല്ലേ? നമ്മൾ പാർക്കിങ്ങിലോട്ട് പോണു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. തപ്പി നടന്ന് നമുക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോകണം. എന്നിട്ട് നമുക്ക് പോവാം. ഗൈസ് നമ്മൾ ഹൈലൈറ്റ് മോളെത്തി. അമ്മയച്ഛനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ലുലു ഡെയിലി എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട് അമ്മയച്ഛന്, നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ കണ്ണേട്ടാ? ചാലഞ്ചാണ്, അമ്മയച്ഛനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ചാലഞ്ചാണ്. നമുക്ക് കണ്ടുപിടിക്കാം. അമ്മയെ കണ്ടുപിടിച്ചു ഗൈസ്. ഹായ്. അച്ഛനെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. നമുക്ക് കിൻഡർ ജോയ് ഗാലക്സി കിട്ടി. വെറുതെ ഹൈലൈറ്റ് കയറിയപ്പോൾ നമുക്ക് കിൻഡർ ജോയ് ഗാലക്സി കിട്ടി. ഇനി നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ കിൻഡർ ജോയ് മേടിച്ചു. നമ്മൾ കാർ പോലും എടുത്തിട്ടില്ല. നമ്മൾ അതിന് മുമ്പ് പൊട്ടിക്കാൻ പോകണം. ടോയ് ആണ് ഫസ്റ്റ് നോക്കണേ. നമ്മൾ പ്രിൻസസ് എഡീഷൻ ആട്ടോ മേടിച്ചേക്കണേ. ബോയ്സിൻ്റെ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ എന്തോ ഒട്ടിക്കാനുണ്ടാവുമല്ലോ. ഒട്ടിക്കാനുണ്ടെന്തോ അങ്ങനെയല്ല, അത് ഇതില് ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതിങ്ങനെ വലിയ കൊമ്പര. മനസ്സിലായോ ഗൈസ്? നിങ്ങളിത് കാണണം. രണ്ടെണ്ണങ്ങൾ
ഇവിടെ നിന്ന് കളിക്കണം. ഇറക്കി വെക്കണം. ഫോണൊക്കെ ഒട്ടിച്ചാ ഇത് മറ്റേതും പൊട്ടിക്ക്. ഗൈസ് എന്താണ് കാണുന്നത്? നമുക്കിനിയും ഗേൾസിന്റെ ഇതില് എന്താണെന്നുള്ളത് നോക്കാം. വേണം വേണം എല്ലാം വേണം എനിക്ക്. എന്താ ഇത്? കൈ നീക്കി, കൈ മാറ്റി. ഇതെന്തോ മുയല്, മുയലൊക്കെ ഉണ്ട് ഗൈസ്. ഫിറ്റ് ചെയ്താ വണ്ടി എടുത്ത് ഇറങ്ങാടാ. നമുക്ക് എന്നിട്ട് ഞാൻ പോണ വഴിക്ക് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്ക് ഗേൾസിന്റെ എഡീഷനിൽ കിട്ടിയത് എന്താണ്? മുയൽക്കുട്ടി. പിന്നെ കുളിപ്പിക്കണം എന്തൊരു സാധനം, കുളിപ്പിക്കണ സാധനം. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേരിട്, മുയലിന് എന്തെങ്കിലും പേരിട്. മിട്ടു, മൊട്ടു മുയൽ. മൊട്ടുവിനേക്കാളും മിട്ടല്ലേ മുട്ടു മുയൽ. എന്തേലും ഒന്ന് ഉറപ്പിക്ക്. ചെവിയിൽ പേര് വിളിച്ചോ, ചെവിയിൽ പേര് വിളിച്ചോ. അങ്ങനെ പേരിടൽ ചടങ്ങും നൂലിട്ട് ചടങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഹൈലൈറ്റ് മാളിന്ന് ഇറങ്ങുന്നതാണ്. പമ്പരം ബോയ്സിന്റെ എഡീഷനിലെ അത് ഫിറ്റ് ചെയ്യാനുണ്ട്, ഇനി കഴിഞ്ഞിട്ടില്ല. ഓൻ തൊട്ടിക്കാനില്ലേ? ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട് ഗൈസ്. പെയ്യാൻ പോണു ഗൈസ്. നല്ല മൂടി. അതെട്ടാ, വെട്ടം വെട്ടം. നല്ല മഴക്കാറുണ്ട്. നമ്മൾ നമുക്ക് ഇനിയും എങ്ങടാന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് പോവാം. നമ്മൾ ഹൈലൈറ്റ് മാളിന്ന് ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, പാലക്കാട്ടേക്ക് പോകണം. അതെ, നമ്മൾ പോകുന്നിടത്തോളം നമ്മൾ പോകും. ഓക്കെ, പക്ഷെ അതുകൂടെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊരു സെറ്റ് ആയിട്ടില്ല. നമുക്ക് പോവാം. ഓ, ഭയങ്കര പണിയാണ് ഗൈസ്. ഇതാണ് നാണോ ഉണ്ടോ? പിള്ളേർക്കല്ലേ കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ എന്ത്? അപ്പോ നമുക്ക് പോവാം. ഇവിടെ തമ്മിത്തല്ലാണ് ഗൈസ്. നമുക്ക് പോവാം. മഴ പെയ്ത് തുടങ്ങിയിട്ടാ. നമുക്ക് എന്തായാലും അടിപൊളിയാക്കാം. അത് സെറ്റൊക്കെ ആക്കി. പമ്പരം ഇത് അതൊക്കെ കൂട്ടിച്ച്. ഡ്രാഗൺ, ഇതാണ് ഡ്രാഗന്റെ മുട്ട. അതിന് ഡ്രാഗൺ വിരിഞ്ഞു. പിന്നെ വലുതായി കഴിഞ്ഞിട്ടുള്ള ഓരോ രൂപമാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞാൽ ആ ഡ്രാഗൺ വീണ്ടും മുട്ടയിട്ടു, വീണ്ടും അത് വിരിഞ്ഞു. പിന്നെ ഇങ്ങനെ കുട്ടി ഒരു അതെ ഒരു ഡ്രാഗന്റെ ജനറേഷനുകളാണ് കാണിക്കുന്നത്. അതെ, അങ്ങനെ നമ്മൾ പമ്പ കൊടയിട്ട് ഉപയോഗിക്കാം. കുഞ്ഞു പാവ മേടിച്ചിട്ട് ഇങ്ങനെ കൊടയിട്ട് വെക്കാലോ. ഇനി വാ തുറക്കരുത് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. മഴ തുടങ്ങിയിട്ടുണ്ട്. പുതിയതാ ഗൈസ്. മഴ അവിടെ ആൾക്കാരുണ്ട് ഗൈസ്. മഴ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നോക്കി അത് ഞാൻ കണ്ടു. നമ്മളങ്ങനെ കിൻഡർ ജോയ് പൊട്ടിച്ച് തിന്നാൻ പോവാണത്. ഇത് ഏറ്റവും നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കൊച്ചാണ്. ഈ കൊച്ചിനായിരുന്നു കിൻഡർ ജോയ് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്താ അല്ലേ? അയ്യോ, കിൻഡർ ജോയ്
ഈ മനുഷ്യനെയാണ് നമ്മൾ പകൽമാന്യൻ എന്ന് പറയുന്നത്. അതാരാണ് പറയുന്നത്? ഞാൻ പാടിയാ മതിയോ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ നന്നായിട്ട് പാടൂലേ, കണ്ണേട്ടിനറിയാലോ. നല്ല മഴ, ശരിക്കും അമ്മൂനായിരുന്നു ഭയങ്കര ആഗ്രഹം മഴ പെയ്യണം. സന്തോഷായില്ലേ അമ്മു? ഫ്രണ്ടിലോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം ഒരു പൊങ്ങിയ കൊള്ളാൻ കഴിച്ച്. നല്ല രസമുണ്ട്, പോകാൻ മാത്രം ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ശരിയാ, ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഇപ്പം മഴ മാറിയിട്ടുണ്ട്, നമ്മൾ കിൻഡർ ജോയ് തിന്നാൻ വേണ്ടി പോവാണ്. അതെ, കിൻഡർ ജോയ് തിന്നാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. എന്റെ കൈ മാറ്റല്ലാണ്ട് കാണല്ലേ. ഗൈസ്, മലയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മല കാണാന്നുണ്ടോ? ദേ ഇവിടെ ഒരുത്തി കിൻഡർ ജോയ് തിന്നുന്നു, നോക്കി. ഗൈസ്, ഇനി നമുക്ക് പോണ വഴിയൊക്കെ എടുക്കാം. നമുക്ക് ഇനി കിൻഡർ ജോയ് തിന്നാം. അതുങ്ങളെ തിന്നു. മലയൊക്കെ കാണാട്ടോ ഇവിടെ നിന്ന്. മല ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ കിൻഡർ ജോയ് തിന്നു കഴിഞ്ഞു. ഇപ്പൊ ഗാലക്സി ഉണ്ടായിരുന്ന കുറച്ചായിട്ട് എടുക്കാം. കുലുക്കം. ഇനി നമ്മൾ പാലക്കാട് പോകണം. ഞാൻ തിരിക്കട്ടോ വണ്ടി. എവിടെ നിന്ന് മടുക്കണോ അവിടെ നമ്മൾ തിരിക്കും. എന്തിന് ഒരു പാട്ടൊക്കെ പാടക്കാണ്ടേട്ടാ. മഴയൊക്കെയാണ്, പാട്ടോട് പാട്ടട പാടാ. റോഡ് കണ്ട് പാട്ട് പാടണം. അപ്പൊ പറഞ്ഞില്ല. ഇന്ത്യൻ കുക്കിയോ പട്ടിക്കാട്. അതെ, പട്ടിക്കാട്. ഇനി ഇന്നത്തെ ട്രിപ്പിന്റെ കാര്യം എന്താന്ന് പറഞ്ഞോടുക്ക്. യെസ് ഗൈസ്, ഇതുവരെ നമ്മള് എന്താണ് ട്രിപ്പ് വെച്ചത് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. എന്താ വെച്ചത് പറ. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 18-ന്. കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ. അതെ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. എന്റെ ഭാവി കെട്ടിയോനാണ് ഗൈസ് ഇരിക്കുന്നത്. എവിടെ ഭാവി കെട്ടിയോനെ നോക്കട്ടെ. അപ്പൊ ഗൈസ്, എത്ര മാസം കഴിഞ്ഞാ കെട്ടിയോനാവും? ഇപ്പൊ 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയോനാവും ഗൈസ്. ഓക്കെ, അപ്പൊ അത് കാരണം നമ്മള് കഴിഞ്ഞ കൊല്ലം ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി. അതെ, കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 18 ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു ഗൈസ്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 18-ന് ഏതാണ്ട് ഇതേ സമയത്ത് ഞാൻ പെട്ടു ഗൈസ്. അതെ, അതിന് മുമ്പേ പെട്ടായിരുന്നു. അതെ, ഒഫീഷ്യലായിട്ട് പെട്ടത് അന്നാണ് ഗൈസ്. ഓക്കെ, വീട്ടുകാര് പെടുത്തി. ഞാൻ തന്നെ പെട്ടു.
അപ്പൊ ഗൈസ് അതുകൊണ്ടാണ് നമ്മള് ഞാനല്ല ഗൈസ് പെട്ടത്, ഇവനാണ് പെട്ടത്. പക്ഷെ ഇവനത് അറിയുന്നില്ല. 2 മാസം കഴിയുമ്പോ മനസ്സിലാക്കിക്കോളും. അതെ അതെ, ഞാനും എന്റെ വീട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു നീ പെട്ടു പെട്ടു. പക്ഷെ എന്റെ വീട്ടുകാരത് പറയുന്നില്ല, കാരണം നീ തന്നെ അറിഞ്ഞോളും. ഇല്ല, സാധാരണ കല്യാണം കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് വീട്ടുകാർ പറയും എന്റെ മോളെ നന്നായിട്ട് നോക്കിക്കൊള്ളണം തന്നെ. പക്ഷെ എന്റെ വീട്ടുകാരത് പറയാൻ സാധ്യതയില്ല. ഓൾ ദ ബെസ്റ്റ് ആയിരിക്കും എന്നോട് പറയാൻ സാധ്യത. മോനെ ഇനി എല്ലാം നിന്റെ വിധി, അതായിരിക്കും പറയാൻ സാധ്യത. അപ്പൊ ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് വെച്ചത് കേട്ടോ. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം 2 പേരും അലമ്പാണ്. അപ്പൊ അത് കാരണം 2 അലമ്പുകൾ ചേരുമ്പോൾ എന്താക്കും എന്നുള്ളതും അതെ. നമുക്ക് കണ്ടറിഞ്ഞ് കാണാം, കാത്തിരുന്ന് കാണുക. കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ വഴിയെ കാണിച്ചു തരാം. ദേ മലയൊക്കെ എത്തി തുടങ്ങി. ഇപ്പൊ എവിടെയാ നമ്മള്? പാലക്കാട്, കോഴിക്കോട്. പാലക്കാട് ഗൈസ് അവിടെ കോട ഗൈസ്. ആ കോട ഞാൻ കാണിച്ചു തരാം. ദേ അവിടെ ഫുൾ കോടയാണ്. മഴയുടെ ഇത് കാരണം കാണുന്നുണ്ടോന്ന് അറിയില്ല, മഴയുടെ വെള്ളം കാരണം. പക്ഷെ അവിടെയൊക്കെ ഇതുണ്ട് കേട്ടാ, കോട. ദേ ഗൈസ് അവിടെയൊക്കെ കോട ഉണ്ട്. ഈ വെള്ളം ഗൈസ് കോട കോട. പക്ഷെ ഇത് പോക്കച്ചിട്ടേക്കണോ തോന്നുന്നില്ലേ? കോട കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. നല്ല കോടയാ ഗൈസ്, നല്ല രസമുണ്ട്. നമ്മൾ അങ്ങനെ കുതിരാനിലോട്ടുള്ള വഴിയിലാണ്. ഇപ്പം മഴയില്ല ഗൈസ്, മഴയൊന്നും കുറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ കുതിരാനിൽ കയറാൻ പോകുന്നു, ഗുഹയുടെ ഉള്ളിൽ കയറാൻ പോകുന്നു. കുതിരാനെത്തി ഗൈസ്. നമ്മൾ ഇരുട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു, ഇരുട്ടിലേക്ക് പോകുന്നു അല്ലേ? അതെ അതെ. ഓ മൈ ഗോഡ്. നമ്മൾ അങ്ങനെ കുതിരാനിലാണ് ഗായ്സ്, മലയുടെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പക്ഷെ ഇത് എന്തൊരു സെറ്റപ്പ് അല്ലേ, മലയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു വഴി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ. അല്ല എങ്ങനെ ഇത് റെഡിയാക്കിയിട്ടുണ്ടാവും? കൊറേ നാള് എടുത്തിട്ടുണ്ടാവൂല്ലേ ഇത് കഴിയാൻ ഗൈസ്. അങ്ങനെ കുതിരാനിൽ നിന്ന് നമ്മൾ ഇറങ്ങാറായി. നമ്മളൊരു മല ക്രോസ് ചെയ്ത് നമ്മൾ പോവാണ്. സീൻ അല്ലേ? പറ. ആ കണ്ണേരൻ ഡ്രൈവ് ചെയ്ത് മടുത്തോ? ഇങ്ങനത്തെ റോഡാണെങ്കിൽ പ്രശ്നമില്ല എന്നല്ലേ ഗൈസ്. നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. വാവ്, പച്ചപ്പും ഹരിതാപയും കൂടെ കണ്ണേട്ടനും. അതെ, ഗൈസ് ഫാസിൽ കണ്ടിട്ടേ കൂടെ. ആ ഫ്രണ്ട് കാരണം ഇതിന് മുകളിൽ മുഴുവൻ കോടയാണ് ഗൈസ്, നല്ല കോടയുണ്ട് കണ്ടോ? സൂപ്പറായിട്ട് ഭയങ്കര കോടയാണ് ഗായ്സ്, നല്ല രസമുണ്ട് ഗായ്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എങ്ങോട്ടാ പോണേന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ തൃശ്ശൂരെത്തി, ഇപ്പൊ പാലക്കാട് എത്തി.
ഇപ്പോഴും എങ്ങോട്ടാ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം. എവിടെ ചെന്നെത്തും എന്ന പോലെ നമുക്കൊരു ഐഡിയ ഇല്ല. ചുമ്മാ ഇങ്ങനെ പോവാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും അല്ലേ? അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അല്ലാണ്ട് നമുക്ക് പോയി എന്തോ പോയി കാണാനൊക്കെ ഉള്ള. ഇപ്പൊ പാലക്കാട് എന്താ ഉള്ളത് കാണാൻ? മലമ്പുഴയൊക്കെയാണ്. മലമ്പുഴയൊക്കെ അങ്ങ് അറ്റം പോണ്ടേ? നമുക്ക് അത്രയൊന്നും നമുക്ക് പോവാനില്ല. കൊല്ലങ്ങോടൊക്കെ എത്തുമോ? ട്രൈ ചെയ്യാം ഗൈസ്. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം. ടൈം അനുസരിച്ച് നമുക്ക് പോവാം. ഒരുപാട് ലേറ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കതിനനുസരിച്ച് പോയിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആഘോഷിക്കാം ഗൈസ്. നമ്മളിപ്പോൾ വണ്ടി നിർത്തി, വെറുതെ നിർത്തിയിട്ട ഗൈസ്. കണ്ടിട്ട് ഹായ്. എപ്പോഴും എന്തായാലും ഹായ് കൊടുക്കാൻ. 295 രൂപയുണ്ട്. 295. നമ്മള് ടോള് ചാർജ് ചെയ്യാൻ പോണ വഴിക്ക് ടോളുണ്ട്. ഇവിടെ സൂത്രം കാണിച്ചേ ഗൈസ്. കണ്ടോ സൈഡിൽ കൂടെ തന്നെ വെള്ളം ഭയങ്കര ഫോഴ്സിലാണ് ഒഴുകി പോണം. പക്ഷെ നല്ല രസമുണ്ട് പോണാണ്. ചെളി വെള്ളം തോന്നുന്നു, എന്നാലും ഭംഗിയുണ്ട് പോണാണ്. വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് എന്തേലും പറ. കണ്ടിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. എന്താടാ ഡ്രൈവ് ചെയ്യുമ്പോ കണ്ണും കായും കാലൊക്കെ അവിടെ കാണും. എവിടെ? റോട്ടിലോ? എന്നാലും എന്തെങ്കിലും ഒന്ന് പറ. നമ്മളിങ്ങനെ പോട്ടറ പോവാ. നമുക്ക് പോകുമ്പോ പറയാം. ചോദിച്ചു പോവാന്ന്. അതെ, ഇവിടെ ഒരു തേനീച്ച വന്നിട്ടുണ്ട്. ഒരു പുതിയ ന്യൂ ജനറേഷൻ തേനീച്ച. ശരിക്കും നീ അത് വെക്കുമ്പോ അതുപോലെ ഉണ്ട്. മറ്റേ ഈച്ച സിനിമയില് നാനി ഇതായിട്ട് വരുമ്പോ കണ്ടുപോലെ യോ കാണിക്കും. യോ ഓ ഓ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും. എന്താ കോൺസെൻട്രേഷൻ നോക്കിയേ. സീൻ തന്നെ. നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണെന്നറിയാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കും. അതെ, മുമ്പിൽ റോഡ് കണ്ടാൽ അപ്പം നമ്മൾ പോകും. എവിടെയാണെന്നൊരു പിടിയില്ല അല്ലേ? അതെ. നമ്മള് കൊല്ലങ്കോട് പോവാണ്. വഴിയൊക്കെ ഇതുവഴിയെ കണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. കണ്ടിട്ട് വഴിയൊന്നും അറിയത്തില്ലെന്നേ. വഴി തെറ്റിച്ചൊന്നുമില്ല ഗൈസ്. അതിങ്ങനെ പോണപ്പോ ഞാനിപ്പോ ഒരു ദേഷ്യമില്ലാതെ നമ്മളിങ്ങനെ പോണ്ട്. എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. ഞാൻ മാപ്പ് കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ് ബൈ. നമ്മൾ കൊല്ലങ്ങോട് എത്തി ഗൈസ്. നല്ല രസം. ചെറിയ മഴയുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ രണ്ട് സൈഡും പച്ചപ്പും ഹരിതാപ്പും. നല്ല റോഡും കൊള്ളാം. നല്ല രസം. അവരെ പണിയെടുക്കണുണ്ടോ? ആ, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. കൊക്കാണിത്, കൊക്ക് അല്ല, എന്തോ ഇത് പ്ലാസ്റ്റിക് കവർ എന്തോ വെച്ചേക്കണ. ദൂരേതൊക്കെ കണ്ണ് കണ്ടിട്ട് തോന്നിട്ട് ഇപ്പൊ ഗൈസ്. ആ ഗൈസ്, അവിടെ ഇതിന്റെ പൊക്കത്ത് കാണുന്നതാണ് നമ്മള് ഹൃദയം ഷൂട്ട് ചെയ്ത അമ്പലാണ് ഗൈസ് അവിടെ കാണുന്നത്. ഇതവിടെ നമുക്ക് പറ്റുമെങ്കിൽ പോവാൻ നോക്കാം. നല്ല രസം. ഫുള്ള് പച്ചപ്പായിട്ടേ നല്ല രസം. നല്ല രസമുണ്ട് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആയി ഇവിടെ എത്തിയപ്പോ. നല്ല ഭംഗി. അല്ലേ?
ഇതിനും കൂടെ. വേഗം പോവാനും നിങ്ങളായിട്ട് വന്നിട്ടില്ല. ഇതൊക്കെ കത്തിച്ച് വെച്ച് അത് മറ്റേ ഇത് മണ്ണെണ്ണ അല്ല തേപ്പൂട്ടി. ആണോ? ആ മറ്റേ കനലിട്ട് നേരെ 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 നിന്നു. ആ പട്ടി നിക്കണോക്ക്. മഴ നനഞ്ഞൊരു പട്ടി guys. നേരല്ലേ ഉറപ്പല്ലേ? ആ അത് അങ്ങോട്ട് ആ. വൈകിട്ട് തമിഴ്നാടല്ലേ? ആയിരിക്കും. ശരിക്കും ഭയങ്കര ഭംഗി guys. ഇവിടുത്തെ സ്ഥലവും വീടും കടയൊക്കെ നല്ല ഭംഗി കാണാൻ. നല്ല ഭംഗിയുണ്ടെല്ലാം കാണാൻ. ഇതാണ് ഗൈസ് പല്ലശന ഈ സ്ഥലത്തിന്റെ പേര് അല്ലേ? അങ്ങോട്ട് നോക്ക് guys. എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞാൻ എത്രാമത്തെ പ്രാവശ്യം തന്നെ പറയുന്നല്ലേ. ഇതിലേക്ക് ചുമ്മാ മഴയത്ത് കൊടയും പിടിച്ച് നടക്കാൻ തന്നെ നല്ല രസമായിരിക്കും അല്ലേ? തണലായതുകൊണ്ട് വെയിലാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കണ്ട നല്ല രസമാണ്. അത് ബാക്കിലോട്ട് എടുക്കും. നമുക്ക് മയില് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം guys. Guys, നമ്മൾ അറ്റ് ലാസ്റ്റ് ഇത് ഫുള്ള് അങ്ങനത്തെ സ്ഥലം. അമ്പലമൊക്കെ ഉണ്ട് തോന്നുന്നു. ആ അവിടെ അമ്പലം ഫുള്ള് അങ്ങോട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മുഴുവൻ രണ്ട് സൈഡും നല്ല രസമാണ്. അവിടെ ഫുഡ് കഴിക്കണോ? നോക്കാം നമുക്ക് ഫ്രണ്ടിലോട്ടുണ്ടാവോ? നല്ല രസമായിരിക്കും. ഇതിലേക്ക് നടക്കാൻ വഴി ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതല്ലേ നടക്കണം. ഇപ്പൊ വേണ്ട, എന്താ നോക്കാം നമുക്ക്. ഇത് ഏതോ അമ്പലത്തിലേക്കുള്ള വഴിയാ. ഇറങ്ങാൻ പറ്റുമോ? വണ്ടി സൈഡ് നോക്കിയാ സൈഡിൽ ഓടിക്കാൻ താഴ്ന്നു പോകും. അതറിയില്ല ഇറങ്ങിക്കൊന്നു ഗൈസ്. നമ്മളിവിടെ ഇറങ്ങാൻ പോകും. ഗൈസ് നമ്മളിവിടെ ഇറങ്ങി. നമ്മളിങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട്. ചെറിയ മഴയുണ്ട് ഗൈസ്, പൊടിമഴ. പക്ഷെ നല്ല രസം. രണ്ട് സൈഡും ഇങ്ങനെ പാടൊക്കെ. സെക്ഷനാണ് കേട്ടോ ഇവിടെ. നമ്മൾ മാത്രമല്ല, വേറെ ആരൊക്കെയോ ഉണ്ട്. നല്ല സ്ഥലം കേട്ടോ ഗൈസ്, അടിപൊളി. നമുക്ക് വെറുതെ എടുത്തു കൊടുക്കാം. ഗൈസ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെയും നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകും തോറും ഭംഗി കൂടി വരിക. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിലേക്ക് പോവാന്ന് വിചാരിച്ചാൽ പോണേ. വഴി കറക്റ്റ് അറിഞ്ഞൂടെ, നമുക്ക് നോക്കാം. തണുപ്പിച്ച കള്ള് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണം. നല്ല രസിതാ അതൊക്കെ തെങ്ങും തോപ്പൊക്കെ. ഗൈസ് ഫ്രണ്ടിൽ കാണുന്ന മലയിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ക്ലിയർ ആയിട്ട് മുകളിൽ നിന്ന് വെള്ളം വരണ കാണാം ഗൈസ്. അയ്യോ നല്ല രസം. കോടയുണ്ട് അവിടെ. കോടയുണ്ട്, അത് കാരണം ക്ലിയർ അല്ലാത്ത ക്യാമറയിൽ അങ്ങനെ കിട്ടണില്ല. പക്ഷെ ഇത് കൊള്ളാം. ഗൈസ് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് ഗൈസ്. ഫുൾ നല്ല പറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണുമ്പോ ഫുള്ള് നമുക്ക് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കാണുന്നത്.
നല്ല രസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കോട ഏത് കാരണം ചെറുതായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്. സൂപ്പർ. നിങ്ങൾ കാണുന്നില്ലേ മലയിൽ നിന്ന് വെള്ളം വരുന്നത്? നല്ല രസമാണ്. സൂപ്പർ സ്ഥലമാണ്. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഗൈസ് വീടുകളൊക്കെ ചെറിയ ചായക്കടയും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഗൈസ് ഇതാണ് ഗൈസ് സീതാർകുണ്ട്. ഗൈസ് ഫ്രണ്ടിലൊക്കെ ഫുള്ള് ആട്ടും കൂട്ടം. ഇതിന് ഓടി കളിക്കുന്നത്. നമുക്ക് വ്യൂ പോയിന്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്തോ പണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വ്യൂ പോയിന്റിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു രക്ഷയില്ല. ഇത് കറക്റ്റ് സ്പോട്ടാ. അവരവിടെ നിർത്തിയത് ഇവരെന്താണ് കാണാൻ നിർത്തി. കാണാൻ പറ്റുന്നുണ്ടോ? പ്രത്യേക ഭംഗിയുണ്ട് ഇവിടുത്തെ വീടുകൾക്കും സ്ഥലങ്ങൾക്കും. നമ്മൾ വന്നതിനൊക്കെ അവിടെ നിർത്തിയിട്ടാണ്. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോ ഫ്രണ്ട് വ്യൂ. നമ്മള് ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. ഗൈസ് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടലിന്റെ അവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. ഭയങ്കര ബ്ലോക്കാണ്. റീലില് കാണുന്ന പോലെ ഒന്നല്ല ഗൈസ്. സംഭവം അടിപൊളിയാ. പക്ഷെ ബ്ലോക്ക്. കാറുമായിട്ടൊന്നും വരരുത്. ടൂ വീലറൊക്കെ ആയിട്ട് വന്നാൽ പിന്നെയും വലിയ പ്രശ്നമില്ലാണ്ട് കഴിച്ചിട്ടൊക്കെ പോവാം. കാറൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. മഴയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. നമുക്ക് അതുവഴി പോയി കഴിഞ്ഞാൽ ചെറിയ വഴിയായതുകൊണ്ടൊന്നും പറ്റില്ല. അത് കാരണം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചായക്കട കണ്ടു അല്ലേ? ചെറിയ ചായക്കട കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും വരുമ്പം നമുക്ക് ചായക്കട കയറാം. ആ ഉണ്ട്. അത് പോകണം കുറച്ച്. ഇല്ല ഇവിടെ അല്ലടാ, കുറച്ചുകൂടെ വന്നു. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് മഞ്ഞ വഴിക്ക് കണ്ട ആ പാറയുടെ മുകളിലുള്ള അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ചുമ്മാ പോയിട്ട് കയറി പോവാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അതെ, നല്ല രസമാണ്. ഫ്രണ്ടിലോട്ട് ഫുള്ള് മലയും വെള്ളവും കോടയും മഴയും നല്ല രസം. നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാം. ഷാഡു ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഗൈസ് നമ്മൾ പാലക്കാട് നിന്ന് പോന്നു. നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും സ്പോട്ട് നോക്കാം. എന്ത് തന്നെ എല്ലായിടത്തും ഇത് തന്നെ. ഇത് തന്നെ
അങ്ങോട്ട് നോക്കും, ദാ ഇങ്ങോട്ട് നോക്കും. ഗൈസ് അരമണിക്കൂറായിട്ട് ബ്ലോക്കിലാ ഗൈസ്. Oh my God. നമ്മളിങ്ങനെ എഴഞ്ഞെഴഞ്ഞപ്പോൾ ഏത് സമയം വീട്ടിലെത്തുന്നു ഒരു പിടിയില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞ് അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഭയങ്കര ബ്ലോക്ക്. എറണാകുളത്തായാലും തൃശ്ശൂരായാലും പാലക്കാടായാലും ബ്ലോക്കിൽ മെയിൻ കാരണം ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് കുത്തിപ്പൊളിച്ചിട്ട് സംശയമുണ്ട്. നടുവടിയും കഴിച്ച് ഇതുവഴി പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ബ്ലോക്കാണ്. അതായത് നമ്മൾ ഫുഡ് വെച്ചിട്ടില്ല. സമയം ഇപ്പം എത്ര മണിയായി? 5:15 ഇതുവരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല അല്ലേ? ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കണം. ഞങ്ങൾ ഫുൾ ജങ്ക് ഫുഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടയർഡായി ഗൈസ്, വിശന്ന്. അപ്പം ഇത് വന്നിട്ടൊരു അറ്റാക്ക് ഉണ്ട്. ഒരാളെ കാണിച്ചുതരാം. അമ്മ വിശക്കുണ്ടോ? ഗൈസ് നമ്മൾ വെജ് റാപ്പും ലോഡഡ് ഫ്രൈസും വാട്ടർമെലൺ ജ്യൂസ്. ഇവർക്ക് വാട്ടർമെലൺ ജ്യൂസും എനിക്ക് ഗ്രേപ്പ് ജ്യൂസുമാണ് പറഞ്ഞത്. ഫുഡിന് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഒരു ആശ്വാസം അല്ലേ? നമ്മുടെ ലോഡഡ് ഫ്രൈസ് വന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലോണം ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, കൊള്ളാം. ഗൈസ് കൊണ്ടുവന്നതും തീർന്നതും അറിഞ്ഞില്ല ഗൈസ്. ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ, വിശപ്പൊന്നും ഇതായി, നല്ല സുഖമുണ്ട്. സ്റ്റിൽ കഴിച്ചോണ്ടിരിക്കണം, അതൊന്നും ഇല്ല ഇനി. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? ഗൈസ് നമുക്ക് വെജ് റാപ്പും കിട്ടി. വെജ് റാപ്പും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അറ്റാക്ക്. നമുക്ക് വെജ് റാപ്പും ജ്യൂസും ഒക്കെ കിട്ടി, കഴിച്ചോണ്ടിരിക്കാം. ഇപ്പോൾ നല്ല ലേറ്റ്. എത്ര മണി? 6:15 കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ വേഗം വീട്ടിൽ പോകണം. ഇനിയിപ്പോൾ നമ്മൾ വെച്ചടിച്ച് വീട്ടിലോട്ട് പോകാൻ പോകണം. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. വീണ്ടും എനർജി വന്നു ഗൈസ്. കണ്ണൻ്റെ ഒക്കെ മുഖം കണ്ടോ? അയ്യോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായി കണ്ണേട്ടാ? സൂപ്പർ. അമ്മ എങ്ങനെ അതാണ് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. നമുക്ക് കുറെ സമയം ബ്ലോക്കിൽ പോയി, അതാണ് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. ബ്ലോക്കും കൂടി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി അടിപൊളിയായിരുന്നു അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒക്കെ നന്നാവട്ടെ. പറ്റിയ പാട്ടാണ്. അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും. നമ്മൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഹാപ്പി ബൈ ബൈ. ഞങ്ങളിങ്ങനെ പതിയെ 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 വണ്ടി ഓടിച്ച് വീട്ടിൽ പോകുന്നു. അതെ, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ നേരം എത്ര മണിയാടാ? 6:30. 8 മണിയാകുമ്പോൾ വീട്ടിലെത്തും. 7:30 8 മണിക്ക് ഇടയിൽ എന്തായാലും വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആഘോഷിച്ചു. മൊത്തം ദിവസം മൊത്തം അതെ, ഫുൾ ഉണ്ടായിരുന്നു. അടിപൊളിയായി, സൂപ്പറായിരുന്നു. പിന്നെന്താ, ഇതുപോലെ എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ നമുക്ക് ആഘോഷിക്കാം. എൻഗേജ്മെന്റ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ആഘോഷിക്കാം. ഞാനും അല്ല
അല്ലേ അമ്മ ഒരു അഭിപ്രായം ചോദിച്ചതല്ലേ, അപ്പൊ അതെ എന്ന് പറയണം. അങ്ങനെ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിനി വീട്ടിൽ പോകും, കിടന്നുറങ്ങും, അതാണ്. ഇനി എന്താ കണ്ടെന്ന് പറയാനുള്ളത്? എന്ത് പറയണ അങ്ങനെ അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ കാര്യവും കല്യാണത്തിന്റെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞ ഒരു വ്ലോഗായിരുന്നു. ഇതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല ആരും അറിയാത്തെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊന്നും അറിയില്ല. അറിയാത്തവർ ഇപ്പോഴും അറിയണേ. അമ്മൂസ് ഹോട്ടലുണ്ട് ഗൈസ്, അമ്മൂസ് ഹോട്ടൽ, തൃശ്ശൂർ അമ്മൂസ് ഹോട്ടലിലല്ലേ എന്റെ പേരിലുള്ള ഹോട്ടൽ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബ്ലോക്ക് നീടാതെ പോകാൻ പറ്റുന്ന അതെ, ബ്ലോക്ക് മഴ, ഭയങ്കര മഴ. എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ബൈ. അയ്യോ